ഇതെന്ത് കരച്ചില്ല തങ്കമ്മേ? ഇവിടെ ഇരിക്കേ. ചുമ്മാ എങ്ങനെ കരഞ്ഞാല് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ. മതി കരഞ്ഞത്. ഒന്ന് ചിരിക്കൂ തങ്കമ്മേ. ഒന്ന് ചിരിക്കൂ. ഇല്ലെങ്കിൽ ഞാൻ വരില്ല. ചിരിക്കൂ. പട്ടാള ക്യാമ്പിൽ ഈ മുഖം ഞാൻ സ്വപ്നം കാണാറുണ്ട്. എന്താ എന്നെ കണ്ട് പേടിച്ചതുപോലെ നോക്കുന്നത്? പേടിയുണ്ട്. വലിയ പട്ടാളക്കാരനല്ലേ? അവിടെ വലിയ കഷ്ടപ്പാടാണ്. ആ, കഷ്ടപ്പാടൊന്നുമില്ല. വല്ലാണ്ട് കറുത്തുപോയല്ലോ. ഇത് ബൂട്ടിട്ട് പൊട്ടിയ തഴമ്പാണ്. എന്റെ കർത്താവേ, വേദന ഉണ്ടോ? ഈ കൈ കൊണ്ട് തൊട്ടാൽ എന്റെ ഏത് വേദനയും പോകും തങ്കമ്മേ. അമ്മച്ചി കഷായം കൊടുക്കാൻ നേരായി. നീ എപ്പോ വന്നു മോനെ? ഇന്ന് വൈകിട്ട് വന്നതേ ഉള്ളൂ അമ്മേ. അവിടൊക്കെ സുഖമാണോ മോനെ? തിരക്കിടില്ലമ്മേ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ. നല്ലതുപോലെ സംസാരിച്ചു കളിതമാശയും പറഞ്ഞിരുന്നത് പെട്ടെന്ന് എല്ലാം കഴിച്ചു കൂട്ടിയത് മക്കളെ. ഞങ്ങളുടെ കഷ്ടകാലം. തങ്കമ്മ എനിക്കെല്ലാം എഴുതിയിരുന്നു. അമ്മച്ചിക്ക് എന്താ സൂക്കേട്? സുഖക്കേട്. എന്നെ കൊണ്ടുപോകാനുള്ള സൂക്കേട്. ദൈവം കൂടെ ഞങ്ങളെ കൈവിട്ടു പോലെ. അങ്ങനെയൊന്നും വിചാരിക്കരുത്. വെറുതെ മനസ്സ് പുണ്ണാക്കാതെ ധൈര്യമായിരിക്കൂ. ഞാനില്ലേ അമ്മച്ചിക്ക്? ഓർമ്മയില്ലാഞ്ഞിട്ടല്ല മക്കൾ, എന്നെ മറന്നിട്ടുമല്ല പൊന്നു മോനെ. ഒരു തങ്കച്ച, ഒരു ഗ്ലാസ് കാപ്പ് കുടിക്കാം. തങ്കമ്മ എനിക്കൊരു വിരുന്ന് തരാൻ പോകുന്ന അമ്മച്ചി. നീ ഇവിടെ വിരുന്നുകാരനാണോ മോനെ? ചെന്ന് കാപ്പ് കുടിക്കാം. വാ, കൈ കഴുകാം. കൈ കഴുകാൻ മാത്രം ഇതിൽ എന്തോ ഇരിക്കുന്നു. കൈ കഴുകിയിട്ട് എന്താ കാര്യം? ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കി തരുമെന്ന് വിചാരിച്ചതാ. ഒത്തിരി നാളായി ഉണ്ണിയപ്പം തിന്നിട്ട്. അതൊക്കെ ഇനി ഒരിക്കലാകാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഒന്നുമില്ലാരും തങ്കച്ച. ഒരു മധുരക്കൊതി. ആരാ കൊതി പിടിപ്പിച്ചത്? പറഞ്ഞേ. ഞാനാണോ? പിന്നല്ലാതെ വേറെ അവളുടെ വന്നു. പോറ്റി നമ്പീശനും നിനക്കിട്ടിരിക്കുന്ന പേരെന്താണെന്നറിയാമോ? എന്തോന്നാ? ശ്രീമതി ഉണ്ണിയപ്പം. ഇതൊക്കെ അവരോട് ചെന്ന് പറഞ്ഞപ്പോഴും. ആ, പറഞ്ഞാലെന്താ? ഞാൻ ലോകത്തുള്ള എല്ലാവരോടും പറയും എന്റെ തങ്കമ്മയെ കുറിച്ച്. നാണല്ലോ. നാണമോ? എന്തിനാ? എന്റെ പ്രിയപ്പെട്ട ഉണ്ണിയപ്പമേ. എന്തോ? അതെല്ലാം പോട്ടെ. തങ്കമ്മ എനിക്ക് വേണ്ടി എന്താണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്? ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതം ഒരുപാട് വേദന തിന്നെങ്കിലും പരിശുദ്ധമായി സൂക്ഷിക്കുന്ന ഒരു മനസ്സ്. അതിൽ കൂടുതൽ എനിക്കൊന്നും തരാനില്ല തങ്കച്ച. എങ്കിൽ ഞാൻ ഭാഗ്യവാനാണ് തങ്കമ്മേ. എനിക്ക് തങ്കച്ച. നിങ്ങൾ ആരാണ് മിസ്റ്റർ? നിങ്ങൾ ആരാണ്? എനിക്ക് മനസ്സിലായില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. താൻ ഏതാ? എനിക്ക് തങ്കച്ച. എന്തോ? ഇവനാണോടി നിന്റെ പട്ടാളക്കാരൻ? പട്ടാളം കമാൻഡർ. എടാ ഫിലിപ്പേ, നീ എന്തിനാ ഇപ്പൊ വന്നത്? തരാൻ പാടില്ലേ? പാടില്ല. ഇനി വീട്ടിൽ വരരുത്. അതെന്താ? എനിക്കിഷ്ടമല്ല, അതുകൊണ്ട്. എന്റെ പണം ഇഷ്ടമായിരുന്നു. പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മടക്കി തരും. അതും പറഞ്ഞ് കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ലത്. 100 വട്ടം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ കാലം ഉത്തരുത്. നീ കിടന്ന് വിളയുന്ന ആ തെണ്ടി പട്ടാളക്കാരനെ കണ്ടിട്ടാണോടി? തെണ്ടി നിങ്ങളാണ്. അമ്മച്ചി, അമ്മച്ചി, അങ്ങേലോട്ട് വന്നിരിക്കുന്ന ആരാണ് അമ്മച്ചി? അവൻ അവൻ പറഞ്ഞമ്മച്ചി. നീ അതൊന്നും അറിയണ്ട മോനെ. അതെനിക്കറിയണം. അവൻ ആ പ്ലാമൂട്ടിലെ കൊച്ചുമങ്ങാനോടെ തലതെറിച്ച മോന, ആ പീലിപ്പോച്ചൻ. അവനവിടെ എന്താ കാര്യം? അവനാ ഇപ്പോഴവിടെ എല്ലാം. അമ്മച്ചി, തങ്കമ്മ അവനെ കൊണ്ട് കെട്ടിക്കാൻ വല്ല വിചാരവുമുണ്ടോ? ഓ, കെട്ടിച്ചു വാഴിച്ചു. അവനല്ലേ ആള്. വലിയ കേൾവിദോഷമൊക്കെ ആയിരിക്കുക. നീ ആ വിചാരം മനസ്സിൽ നിന്ന് കളം മോനെ.
എന്നോട് പിണങ്ങുകയാണ്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് നിന്റെ ഒരു കാര്യവും കേൾക്കണ്ട. പോകണം. സാറ് സിറ്റിയൊക്കെ കാണാൻ ഇറങ്ങിയതായിരിക്കും. ഓ, ഇവിടെ എന്ത് സിറ്റി ഇരിക്കുന്നു കുഞ്ഞെ? സിറ്റി കാണണമെങ്കിൽ സിംഗപ്പൂരിലോ പാരീസിലോ ഏറ്റുമാനൂരോ കോട്ടയത്തോ ചിറയൻകീഴിലോ തിരുവനന്തപുരം ഒക്കെ അല്ലേ? അതാണ് സിറ്റി. ഇങ്ങനെ ഏതാ സാറേ? പട്ടാളത്തിൽ ജമീന്ദാരില്ലേ? പട്ടാളത്ത് ജമേദാരോ അതോ തോട്ടിയോ? ചേച്ചേ അവമാനിക്കാടു. പുള്ളി നമുക്കുള്ള ഒരു പെണ്ണെ കെട്ടാണ്ടിരിക്കുക. താൻ അറിയില്ലേ നമ്മുടെ തങ്കമ്മ? നിങ്ങൾ മനുഷ്യരെ ചുമ്മാ വിടത്തില്ലല്ലേ? ഈ സ്ഥലമെല്ലാം നിങ്ങളുടെ സ്വന്തമാണോ? ആണെന്ന് വെച്ചോ, അതിനിപ്പോ എന്തോ വേണം? ചേച്ചേ കളിയാക്കാട്. പുള്ളി നമ്മുടെ സ്വന്തമല്ലേ? സ്വന്തം? എങ്ങനെ? ഞാൻ നിന്റെ തന്തയാണ്. സ്റ്റൈൽ. ബിൽബസ് കുഞ്ഞിന്റെ തന്ത ആരാണെന്ന് നിനക്കറിയാമോ? നീ തന്തയ്ക്ക് പറയുമോടാ? മാറി നിൽക്കണം മിസ്റ്റർ. ആ മാറിയില്ലെങ്കിൽ ചെല്ലങ്ങോട്ടോ. തന്തയ്ക്ക് പറയൂടാ. പറയുമടാ, പറയുമടാ, പറയുമടാ. ഈ കടയുടെ മുൻപിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കാതെ ഒന്ന് പോയാട്ടെ തങ്കച്ച. ഈ പട്ടാളക്കാരനാണെന്നുള്ള അഹങ്കാരമാണോ? ഞാനൊരു പട്ടാളക്കാരനാണ്. അത് എനിക്ക് അഭിമാനമേ ഉള്ളൂ. ധൈര്യമുണ്ടെങ്കിൽ കുത്തടാ. ഉടലെടുക്കൂടാ. പിൽപ്പിച്ച ചുണയുണ്ടെങ്കിൽ കുത്തടാ. എന്താണിത്? അയ്യോ, ഇതെന്താണിത്? അവന്റെ കൈബോംബുണ്ട്. പോരെ, നമുക്ക് പിന്നെ അവനെ എടുക്കാം. പിന്നെ കണ്ടോളാ. ഇതിന് പോ. അവന്റെ ധൈര്യം കണ്ടില്ലേ? വലിയ ചട്ടമ്പി. ഒന്ന് വീട്ടിൽ പോതമ്പ്ര. തങ്കച്ച അന്നിങ്ങ വാ മോനെ. അന്നേ മോനെ, നിനക്കെന്ത് പറ്റിയടാ ഞങ്ങളെ ഇങ്ങനെ വെറുക്കാൻ? എല്ലാരും ഞങ്ങളെ വെറുത്തു. അതിലെനിക്ക് പരാതിയോ സങ്കടമോ ഇല്ല. പക്ഷെ നീ അങ്ങനല്ലല്ലോ. നിങ്ങൾ എന്റെ ആരാണ്? എന്താ പറഞ്ഞേ? ആരാണെന്ന്? ആരുമല്ല. പക്ഷെ എനിക്കും സാറിനും നീ ഒരു മോൻ തന്നായിരുന്നു. ഞങ്ങളുടെ മകൾക്ക് ജീവനായിരുന്നു. രണ്ടും രണ്ട് വീടല്ലായിരുന്നു, രണ്ട് ആത്മാക്കളല്ലായിരുന്നു. പക്ഷെ നിങ്ങൾ അതെല്ലാം നശിപ്പിച്ചു. ഞാൻ ഒന്നും പറയുന്നില്ല. മോനെ തങ്കച്ച, എനിക്കൊന്നും കേൾക്കണ്ട. തങ്കച്ച, ഒന്ന് വീട്ടിലേക്ക് വന്നിട്ട് പോകും. അമ്മച്ച് കിടന്ന കിടപ്പിൽ എണീറ്റില്ല. അത് ഞാൻ എന്ത് വേണം? നമ്മൾ തമ്മിൽ എന്തിരിക്കുന്നു? തങ്കച്ചൻ എന്നെ അറിയുന്ന ഇന്നലെ മുതലല്ലല്ലോ. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കും. ഞാൻ എന്തൊക്കെ പറയാൻ ആശിച്ചു. എന്നെ അറിയാൻ തങ്കച്ചനെങ്കിലും. നിന്നെ ഞാൻ അറിഞ്ഞു തങ്കമ്മേ. ആ കങ്കാണിയുടെ മകൻ ലക്ഷപ്രഭുവാണ്, യോഗ്യനുമാണ്. നിനക്ക് നല്ലത് വരട്ടെ. കേൾക്കു തങ്കച്ചൻ, ഞങ്ങൾ അയാളുടെ കടം മേടിച്ചു. വീട്ടിൽ 1 മണി അരിയും 4 കാശോ ഇല്ലായിരുന്നു. ഉടയവനില്ലാത്ത കുടുംബത്തിന്റെ തങ്കച്ചനും അറിയാമല്ലോ. ഞങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ ഉറ്റവരും ഉടയരും എല്ലാം ഉണ്ടായല്ലോ. തങ്കച്ച, ഇങ്ങനെ മനസ്സ് വേദനിപ്പിക്കാൻ. നിനക്ക് മനസ്സുണ്ടായിട്ടല്ലേ വേദനിക്കുന്നത്? തങ്കച്ച, എനിക്കൊന്നും വേണ്ട. എന്നെ വെറുക്കരുത്. തങ്കമ്മ എന്നൊന്ന് വിളിക്കും. സ്നേഹം തെറിഞ്ഞൊരു വാക്ക് കേൾക്കാൻ ഞാൻ കൊതിക്കുന്നു തങ്കച്ച, ഞാൻ കൊതിക്കുന്നു. ഒന്ന് വിളിക്കും തങ്കച്ച. ഒന്നും കൊതിക്കാനില്ല. ഞാനൊന്നും ആശിക്കുന്നില്ല. എന്നെ തങ്കച്ച, തങ്കച്ച. എക്സ്ക്യൂസ് മീ. താൻ ഇത്ര ബുദ്ധിശൂന്യനാണല്ലോ. ഞാൻ തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു? ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഈ ഹൃദയവേദന സഹിക്കാൻ ഒക്കുന്നില്ല. കഷ്ടം. അതിനിങ്ങനെ നശിക്കുകയാണല്ലേ വേണ്ടത്? അമ്മയും പങ്ങളും. ഞാൻ കുടിക്കയില്ല. ഞാൻ ഇനി കുടിക്കയില്ല. ഇത് സത്യമാണല്ലോ. സത്യം. ആ, നാളെ നമ്മുടെ ഗ്രൂപ്പ് മൂവ്മെന്റ് ഉണ്ടെന്ന് കേട്ടു. എങ്ങോട്ട്? കോഹിമയിലേക്കായിരിക്കും. ആ, തങ്കച്ചൻ പോയി ചെന്നിടുന്നു ഉറങ്ങും. ചെല്ലു. ഗുഡ് നൈറ്റ്.
അമ്മച്ചി, അമ്മച്ചി, അമ്മച്ചി. എന്താ മോളെ നീ പറയുന്നത്? ഞാനില്ലേ മോളെ കരയാതെ വാ പോകാം. ഞാൻ അങ്ങേലെ അമ്മച്ചിട്ട് പറഞ്ഞിട്ട് വന്നേക്കാൻ ചിറ്റപ്പ. വേഗം വാ. അമ്മച്ചി, അമ്മച്ചി, അമ്മച്ചി. വാ മോളെ, ഇനി കേറി വാ. ഞാനിവിടെ പോവുകയാണ് അമ്മച്ചി. നീ എങ്ങും പോവണ്ട മോളെ. നിനക്ക് എന്റെ കൂടെ താമസിക്കരുത്. നീ എന്നെ അന്യവളായിട്ട് കരുതണ്ട. നിന്റെ അമ്മച്ചിയെ പോലെ വിചാരിച്ചാ മതി. വേണ്ട അമ്മച്ചി. അമ്മച്ചിയുടെ മോന്റെ കണ്ണിൽ ഞാനൊരു കുളിർതാത്തവള. അങ്ങനെ കുളിർതാത്തവള ഞാനിവിടെ താമസിക്കില്ല അമ്മച്ചി, താമസിക്കില്ല. വാശി പിടിക്കാതെ തങ്കമ്മേ, എന്റെ മോളല്ലേ, അമ്മച്ചി പറയുന്നത് കേക്ക്. അങ്ങനെ പറയണ്ട അമ്മച്ചി. മോളി സ്കൂള് വിട്ട് വരുമ്പോ അവളുടെ തങ്കമ്മ ചേച്ചി പോയിന്ന് പറയണേ. എന്നെ മറക്കരുതേ അമ്മച്ചി, എന്നെ മറക്കരുത്. ഞാൻ പോണു. നിന്റെ ഇഷ്ടം. എനിക്കൊന്നും പറയാനില്ല. മോളി, മോളി, തങ്കമ്മ ചേച്ചി പോവുകയാണ്. ചേച്ചി എന്നോടും പിണക്കാണോ? എനിക്ക് ആരുടെ പിടക്കമില്ല മോളി. Keep him under the same prescription. യെസ് ഡോക്ടർ. Give him the good head. നടക്കണ്ട. സാറേ അതറി സിസ്റ്ററിന്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇവിടെ തന്നെ. പേര്? സിസ്റ്റർ. സിസ്റ്റർമാരുടെ പേരും വീടുവെന്നും ചോദിക്കരുത് കേട്ടോ. ഓഹോ, അല്ല മലയാളം പറയുന്നത് കേട്ട് ചോദിച്ചു പോയതാണ്. വേണമെങ്കിൽ ആരും കേൾക്കാതെ പെങ്ങളെന്ന് വിളിച്ചോളൂ. മൈ പൾസ് ഈസ് ഓൾറൈറ്റ് സിസ്റ്റർ. പേരറിയണ നിർബന്ധമുണ്ടോ? ലിസി. നമ്മ നായക് സ്റ്റീഫനൊക്കെ എന്നാച്ചേ? സ്റ്റീഫനെല്ലാം രക്ഷപ്പെട്ടു എന്നാണ് അറിവ്. ഞാൻ മരിച്ചു പോകുന്നു വിചാരിച്ചു ഇല്ലേ സിസ്റ്റർ? ആരും മരിച്ചു പോകുന്നു ഞങ്ങൾ വിചാരിക്കാറില്ല. എന്താ, മരിക്കാൻ ഭയമാണോ? എനിക്ക് ഭയവുമില്ല ഇഷ്ടവുമില്ല. മരിച്ചാൽ ആരും കരയാനില്ലേ? അമ്മയും പെങ്ങളുമുണ്ട്. പിന്നെ ആരുമില്ലേ? പിന്നെ സിസ്റ്റർ കരയുമോ? ഞങ്ങൾ കരയാറില്ല. അതിരിക്കട്ടെ, ആരാണ് ഈ തങ്കമ്മ? എന്റെ ആരുമല്ല സിസ്റ്റർ. പിന്നെ ബോധമില്ലാതെ കിടന്നപ്പോൾ തങ്കമ്മ എന്ന് വിളിച്ച് കരയുന്നത് കേട്ടല്ലോ. തങ്കച്ച, ഈ കത്ത് തങ്കച്ചന്റെ ഉടുപ്പിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. സിസ്റ്റർ, തങ്കമ്മ അവൾ എന്റെ സ്വന്തമായിരുന്നു, സർവസ്വമായിരുന്നു. ഒടുവിൽ അവൾ എന്നെ ചതിച്ചു. ആ ബന്ധം അവസാനിച്ചു സിസ്റ്റർ. നിങ്ങൾക്ക് ആ ബന്ധം അത്ര നിസ്സാരമായിരുന്നു. അല്ലെങ്കിൽ ഇത്ര ക്ഷണം അത് അവസാനിപ്പിക്കാൻ സാധ്യമല്ലല്ലോ. ആ ബന്ധമായിരുന്നു സിസ്റ്റർ എന്റെ ജീവിതത്തിലെ എല്ലാ ആശകളും. ആ കഥ മുഴുവൻ ഞാൻ പറയാം, കേൾക്കണം. ഞാൻ പിന്നീടെല്ലാം സൗകര്യമായിട്ട് കേൾക്കാം. ആര് പറഞ്ഞു വിശ്വസിക്കണമെന്ന്? നിങ്ങളെ വിശ്വസിപ്പിക്കാനൊന്നുമല്ല അവൾ എഴുതിയത്, മാപ്പ് ചോദിച്ചുമല്ല. ആണോ? മതി പറഞ്ഞത്. നിങ്ങൾ അവളെ ഭാഗം പിടിച്ച് പറയുകയാണ് സിസ്റ്റർ. എനിക്കതല്ലല്ലോ ജോലി. ഞാനതെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് സിസ്റ്റർ, മറക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്കതിന് എളുപ്പം സാധിക്കും. അത്ര കഠിനമാണ് നിങ്ങളുടെ ഹൃദയം. അല്ല സിസ്റ്റർ, ഞാൻ എത്ര പാടുപെട്ടിട്ടും അവളെ മറക്കാൻ കഴിയുമില്ല. പക്ഷേ അവൾ എന്ത് ചെയ്തു? നാട്ടുകാർ പറഞ്ഞല്ല അപ്പടിയെ നിങ്ങൾ വിശ്വസിച്ചു. അവൾക്ക് പറയാനുള്ള എന്തെങ്കിലും നിങ്ങൾ കേട്ടോ? ഒരു വാക്കെങ്കിലും. നിങ്ങൾ അവളെ ജീവനേക്കാൾ സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതെ സിസ്റ്റർ, അവൾ എനിക്ക് ജീവനായിരുന്നു. അവളുടെ അപ്പം മരിച്ചു, അമ്മ കിടപ്പിലായി.
ആ കുടുംബത്തിന് ഇനി ആരുണ്ട് രക്ഷ? നിങ്ങൾ എന്തുകൊണ്ട് ആ കങ്കാണിയുടെ കടത്തിന്റെ ചുമതല ഏറ്റില്ല? അവൾ ചീത്തയായെങ്കിൽ ഒരിക്കലും ഇത്തരം ഒരു കത്ത് നിങ്ങൾക്ക് എഴുതുകയില്ലായിരുന്നു. അത് തീർച്ചയാണ് തങ്കച്ച. സിസ്റ്റർ, ഇന്ന് അവളുടെ നില എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? നിങ്ങളാണ് തങ്കമ്മയോട് ഏറ്റവും വലിയ പാപം ചെയ്തിട്ടുള്ളത്. ഞാൻ എന്ത് വേണം സിസ്റ്റർ? ഞാൻ എന്ത് വേണം? തങ്കച്ച, അടുത്ത പ്രാവശ്യം ലീവിൽ പോകുമ്പോൾ തീർച്ചയായും തങ്കമ്മയെ പോയി കാണും. അവൾക്ക് ഈ ലോകത്തിൽ മറ്റാരുണ്ട് നിങ്ങളല്ലാതെ? തങ്കമ്മ തെറ്റുകാരിയല്ല, അല്ലേ സിസ്റ്റർ? അല്ല, തങ്കമ്മ തെറ്റുകാരിയല്ല. തീർച്ചയായും അല്ല ഞാൻ പറയാൻ തങ്കച്ച. തങ്കച്ച, പോയി കിടക്കും.